എനിക്ക് ഒരു കാര്യം അറിയാവേ, ഇന്ന് അസാധാരണമായൊരു ഇമ്പാർട്ടേഷൻ ഉണ്ടാവും. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സ്പിരിച്വൽ വേൾഡിനകത്ത് ഞാനായിരിക്കുമ്പോൾ എനിക്കുള്ള ബെനിഫിറ്റ്സുകളാണ്. നമ്മൾ ആ കാര്യത്തെ ഗ്രഹിക്കാൻ പോവുക. ഞാൻ നിങ്ങളോട് പറയും, ആ ബെനിഫിറ്റ്സ് പ്രസംഗിക്കുകയല്ല എൻ്റെ പരിപാടി, ആ ബെനിഫിറ്റ്സിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ് എൻ്റെ പരിപാടി. നിങ്ങൾ എത്ര പേർക്ക് ആമേൻ പറയാം? സോ ഇന്ന് പകൽ ചിലരെ ദൈവദൂതന്മാർ സന്ദർശിക്കാൻ പോകുന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തുടങ്ങിയ സ്ഥലത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുക. ഒത്തിരി ആളുകൾ എന്നോട് പറയാറുണ്ട്, ബ്രദറെ ഞാൻ എങ്ങനെയാണ് സ്പിരിച്വലായ ഈ ലോകത്തിലേക്ക് വരുന്നത്? എനിക്ക് സ്പിരിച്വൽ ലോകം കാണണമെന്ന് ആഗ്രഹമുണ്ട്, ആത്മലോകം കാണണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ചും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ആത്മലോകത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കതിലേക്ക് എന്ന് കയറാൻ പറ്റും, എനിക്ക് എങ്ങനെ അത് അനുഭവിക്കാൻ പറ്റും എന്ന് 100 ചോദ്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ കയറി വരുന്നത്. ഒരു ഹലോലിയ പറഞ്ഞായിട്ട് ഇവിടെ സ്പിരിച്വൽ വേൾഡുണ്ട്, ആത്മലോകമുണ്ട്, ആത്മലോകം അനുഭവിക്കാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് കുറേ ആളുകൾ ചിന്തിക്കുന്നത് അത് ജോൺ ബ്രദറിന് വേണ്ടി മാത്രമുള്ള സാധനമാണ്. പലപ്പോഴും നമുക്ക് നമ്മുടെ അകത്ത് എനിക്ക് എന്തുകൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല? വാസ്തവത്തിൽ അങ്ങനൊരു ചോദ്യമുണ്ട്. ഞാൻ 22ാമത്തെ വയസ്സിലാണ് യേശുവിനെ അറിയുന്നത്. യേശുവിനെ അറിയുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി എൻ്റെ സകല പാപവും എൻ്റെ സകല തിന്മയും കർത്താവ് ക്ഷമിച്ചു എന്ന്. ഞാൻ തല്ലിപ്പള്ളിയായിട്ട് ജീവിച്ചതാ. യേശുവിനെ അറിയുന്നത് വരെ രക്ഷ എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ക്രിസ്ത്യാനിയുടെ ജനിച്ചത്. പക്ഷേ യേശു രക്ഷകനാണെന്നും യേശുവിലൂടെ പാപമോചനം ഉണ്ടെന്നും എനിക്ക് എന്നാണോ മനസ്സിലായത് അന്നാണ് എനിക്കത് അനുഭവിക്കാൻ കഴിഞ്ഞത്. ഒന്നുകൂടെ ഞാൻ പറയാം, യേശു രക്ഷകനാണെന്നും പാപമോചനം നൽകുന്നവനുമാണെന്നും എനിക്കെന്നാണോ മനസ്സിലായത് അന്നാണ് വാസ്തവത്തിൽ എനിക്ക് പാപമോചനം ഉണ്ടായത്, രക്ഷയുണ്ടായത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തിന് നൽകുന്ന അറിവ് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുമ്പോഴാണ് വാസ്തവത്തിൽ ദൈവദിനത്തിൽ എഴുതിയിരിക്കുന്ന ആ കാര്യത്തിനകത്തേക്ക് എനിക്ക് വരാനായി കഴിയുന്നത്. ഒരു ഹല്ലേലൂയ പറയാം. എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ കാരണം ദൈവരാജ്യം എന്ന് പറയുന്നതും അല്ലെങ്കിൽ ആത്മലോകം എന്ന് പറയുന്നതും നമ്മൾ കേൾക്കാനും ആ കേൾക്കുന്നത് ആരെങ്കിലും വിശ്വസിക്കാനും തയ്യാറായാൽ ആ തയ്യാറാകുന്ന നിമിഷം മുതൽ ഞാൻ നിങ്ങളോട് പറയാം അത് അനുഭവിക്കാനായി പറ്റും. ഇനി കുറച്ചും കൂടെ നന്നായി പറയാം, ദൈവരാജ്യ അനുഭവങ്ങളും അല്ലെങ്കിൽ ആത്മലോകത്തിൻ്റെ അനുഭവങ്ങളും ഏതെല്ലാം മേഖലയിൽ എനിക്ക് അറിവ് ലഭിക്കുന്നു ആ അറിവ് ലഭിക്കുന്ന മേഖലയിലേക്ക് മാത്രമേ എനിക്ക് കയറി ചെല്ലാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ ആത്മലോകത്തെക്കുറിച്ചുള്ള അറിവ്. വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ എത്രത്തോളം ആ കാര്യം എനിക്ക് മനസ്സിലായി കിട്ടുന്നോ അത്രത്തോളം മാത്രമേ എനിക്ക് അതിനകത്തേക്ക് അത് അനുഭവിക്കാനായും അതകത്തേക്ക് കയറുവാനുമായി എനിക്ക് കഴിയത്തുള്ളൂ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞായിട്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവവചനം വായിക്കും, എനിക്ക് മനസ്സിലായി എത്ര ഡീപ്പറായി ആത്മലോകം മനസ്സിലാകുന്നു അത്ര ഡീപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എക്സ്പീരിയൻസ് ചെയ്യാനായി പറ്റും, അനുഭവിക്കാനായി പറ്റും. കൈകളടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞായിട്ട്. പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെടുകയാണ്. അവരെക്കുറിച്ച് വേദവചനം പറയുന്നത് കട്ടളപ്പടിമേലും കുറുമ്പടിമേലും രക്തം തെളിച്ചു. ആ രക്തം തെളിച്ച ദിവസം ഒരു സംഹാരകൻ അതിലൂടെ കടന്നുപോയി. മിസ്രൈമിൽ ഉറക്കെ പറഞ്ഞു ഞങ്ങളെ വിട്ടു പോകണം. അവർ മിസ്രൈമിൽ നിന്ന് യാത്ര ആരംഭിക്കുക. അവർ യാത്ര ആരംഭിച്ചതിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് അവർ പുറത്തോട്ടിറങ്ങിയിട്ട് ഇസ്രായേൽ പുറത്തോട്ടിറങ്ങിയിട്ട് മിസ്രൈമിനെ മുഴുവൻ കൊള്ളയിട്ടു. വെള്ളിയോടും പൊന്നിനോടും കൂടെ അവർ യാത്ര ആരംഭിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഗൗരവമുള്ള കാര്യം. അവർ പുറപ്പെടുമ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്തൊരു വലിയ കാര്യമുണ്ട്. അവർ പുറപ്പെട്ട സമയം മുതൽ അവർ കാര്യം കാണാൻ തുടങ്ങി. സംതിങ് അവരുടെ മുമ്പിൽ ചലിക്കുന്നത് അവർക്ക് മനസ്സിലാകാൻ തുടങ്ങി. അവരെ ഇറങ്ങിയ സെക്കൻഡിൽ, കുറച്ചും കൂടെ നന്നായി പറഞ്ഞ പെസഹ കഴിഞ്ഞിട്ട് കുഞ്ഞാട്ടിൻ്റെ രക്തം വീണ്ടെടുത്തിട്ട് കുഞ്ഞാട്ടിൻ്റെ രക്തത്തിൻ്റെ ആഘോഷം കഴിഞ്ഞിട്ട് അവർ ഒരു ആരംഭം, അവരൊരു പുതിയൊരു തുടക്കത്തിലേക്ക് വരിക. ആ തുടക്കം എന്ന് പറയുന്നത് അവർ പ്രവേശിച്ചത് അഗ്നിസ്തംഭവും മേഘസ്തംഭവും നിൽക്കുന്ന ആ ആത്മലോകത്തിനകത്തേക്ക് അവർ കയറിയത്. ഒരു 4 പേര് വരാവും.
ഇങ്ങനെ നിങ്ങൾ വട്ടത്തിൽ നിന്ന് വണ്ടർഫുൾ ചേച്ചി ഓടി വാ വാ ഇവിടെ നിൽക്ക്. നിങ്ങളൊന്ന് കൈ കോർത്ത് പിടിച്ച് ഇങ്ങനെ ഇവിടെ വിട്ടോ. ഒന്ന് ശ്രദ്ധിച്ചേ. കുഞ്ഞാട്ടിൻ്റെ രക്തം തെളിക്കപ്പെട്ടിട്ട് അവർ കയറുക. എവിടേക്കാ അവർ കയറിയത്? അവർക്ക് മനസ്സിലായി അവർക്ക് ചുറ്റും മേഘസ്തംഭം നിൽക്കുന്നു, അവർക്ക് ചുറ്റും അഗ്നിസ്തംഭം നിൽക്കുന്നു. അവർക്ക് ലിറ്ററലി മനസ്സിലായി അവർ ഇതുവരെ ജീവിച്ച ലോകത്തിലേക്കല്ല കയറിയത്, വേറൊരു സ്ഥലത്തേക്ക് കയറിയതുപോലെ അവർക്ക് മനസ്സിലായി. ഒരു മിനിറ്റ് നിൽക്കണേ. അവർ കയറിയ സ്ഥലം മരുഭൂമിയാണ്. അല്ല, അവർ കടന്ന സ്ഥലം മിസ്രൈമിൽ നിന്ന് പുറത്തു പോകുന്നത് സാധാരണ ഒരു സ്ഥലമാണ്. പക്ഷെ ആ സാധാരണ സ്ഥലത്ത് അവർക്കൊരു കാര്യം മനസ്സിലാക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ അസാധാരണത്വം സാധാരണമായി അവർ കാണാൻ തുടങ്ങി. അന്ന് മുതൽ അവർക്കൊരു കാര്യം പിടികിട്ടി, അവർ മാത്രമല്ല മൂവ് ചെയ്യുന്നത്, ഈ മേഘസ്തംഭം മൂവ് ചെയ്യുമ്പോഴാണ് അവർ മൂവ് ചെയ്യുന്നത്, ഈ അഗ്നിസ്തംഭം മൂവ് ചെയ്യുമ്പോഴാണ് അവർ മൂവ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അവരോടൊപ്പം ഒരു ആത്മലോകം ചലിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. ഒരു ഹല്ലേലൂയ പറയാം. അപ്പുറത്തോട്ട് കൈ പിടിച്ചിടാം. അപ്പുറത്തോട്ട് വന്നേ, നോക്കിക്കേ. നിങ്ങൾ മുന്നോട്ട് കണ്ടോ? ഞാൻ മുന്നോട്ട് പോകുമ്പോഴല്ല, ഈ ആത്മലോകം ചലിക്കുന്ന അനുസരിച്ചായിരുന്നു അവര് ചലിച്ചുകൊണ്ടിരുന്നത്. ശ്രദ്ധിക്കണേ. ഇസ്രായേൽ ജനം ചലിക്കുന്ന അനുസരിച്ച് ആത്മലോകം ചലിക്കുകയല്ല, ആത്മലോകം മൂവ് ചെയ്യുന്നതനുസരിച്ചാണ് അവർ ചലിച്ചുകൊണ്ടിരുന്നത്. മേഘം എങ്ങനെ മൂവ് ചെയ്യോ അവർ മൂവ് ചെയ്യും, അഗ്നിസ്തംഭം എങ്ങനെ മൂവ് ചെയ്യോ അവർ മൂവ് ചെയ്യും. നിങ്ങൾ ജനിച്ചിരിക്കുന്നത് ബെറ്റർ പ്ലേസിലാ. പഴയ നിയമത്തേക്കാൾ ബെറ്റർ ആയ ഒരു സ്ഥലത്താണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരിക്കൽ പോലും എന്നോട് കൂടെ ചലിക്കുന്ന ആത്മലോകത്തെ കണ്ടോണ്ടല്ല മൂവ് ചെയ്യുന്നത്. ആത്മലോകം മൂവ് ചെയ്യുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യാറില്ല. സക്സസ് ഉണ്ടാകുന്നതിന്റെ രഹസ്യം എന്ന് പറയുന്നത് എപ്പോഴാണോ പരിശുദ്ധാത്മാവ് ചലിക്കുന്നത്, എപ്പോഴാണോ ആത്മാവ് മൂവ് ചെയ്യുന്നത്, അതിനോടൊപ്പം ചലിക്കാൻ തുടങ്ങുമ്പോഴാണ് അത്ഭുതങ്ങൾ വ്യാപരിക്കാനായി തുടങ്ങുന്നത്. എന്റെ വിഷയമല്ല. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറ. ഇത് പഴയ നിയമത്തിന്റെ പാറ്റേൺ ആണ്. അവർക്ക് കണ്ണിൽ അത് അഗ്നിസ്തംഭം മേഘസ്തംഭം കാണാമായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന അതാണ് വലുതെന്നാണ്. പക്ഷെ വേദവചനം പറയുന്നത് നിങ്ങൾ വന്നിരിക്കുന്നത് അതിനേക്കാൾ ബെറ്ററായ സ്ഥലത്താണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഞാൻ വന്നിരിക്കുന്ന അതിനേക്കാൾ ഉയർന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞാൽ മേഘസ്തംഭവും അഗ്നിസ്തംഭവും അവരോടൊപ്പം ചലിച്ചതുപോലെ ഞാൻ ചലിക്കുമ്പോഴും അത് ചലിക്കുന്നുണ്ട്. പ്രശ്നം എന്നാന്നറിയോ? ലിസൺ. അവര് ചലിച്ചപ്പോഴല്ല മേഘസ്തംഭവും അഗ്നിസ്തംഭവും ചലിച്ചത്, അഗ്നിസ്തംഭവും മേഘസ്തംഭവും ചലിച്ചപ്പോഴാണ് അവര് ചലിച്ചതാ. നമ്മൾ വിശ്വാസത്തിൽ വന്നു. നമ്മളിപ്പോ മനസ്സിലാക്കി, ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോ ആത്മലോകത്തിലേക്ക് കയറി എന്ന് മനസ്സിലായി. പക്ഷേ ആത്മലോകം മൂവ് ചെയ്യുന്ന അനുസരിച്ചാണ് ഞാൻ മൂവ് ചെയ്യേണ്ടതെന്ന് നമ്മളെ ഭരിക്കുന്നില്ല. ഞാൻ മൂവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോഴാണ് ഞാൻ ചലിക്കേണ്ടത്. അപ്പോഴാണ് അത്ഭുതങ്ങൾക്ക് സാധാരണമായി തീരുന്നത്. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയോ? ഒരു നല്ല ഹല്ലേലൂയ പറയാം. മെല്ലെ അകത്തോട്ട് കയറട്ടെ. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ എന്ന് പറഞ്ഞ ഇറ്റ്സ് ക്വൈറ്റ് ബിഗ്. അവരെ വിസിബിളായ ആത്മലോകം അവരനുഭവിക്കുമായിരുന്നു. നിങ്ങളുടെ അകത്തെ കണ്ണു തുറന്നാൽ വിസിബിളായ ഒരാത്മലോകം നിങ്ങൾക്കും കാണാം. ഒന്ന് തലയിലൂടെ കൈ വെച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരണേ കർത്താവേ. നമ്മളെല്ലാ കാര്യവും ഫിസിക്കലായിട്ട് ചെയ്തിട്ട് റിസൾട്ട് സ്പിരിച്വൽ വരാൻ ശ്രമിക്കൊണ്ടിരിക്കുക. പക്ഷേ സ്പിരിച്വലായി ചെയ്താൽ മാത്രമേ ഫിസിക്കലായ റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. കയ്യടിന്റെ സ്ട്രോങ് കേട്ടാൽ അറിയാം എത്രത്തോളം തല കയറിയിട്ടുണ്ടെന്ന്. നിങ്ങൾ പറഞ്ഞു തരുന്നു വേണ്ട എനിക്ക്. ഒരു നല്ല ആമേൻ പറഞ്ഞേ. അത് നമുക്ക് അടുത്ത ആഴ്ചയിൽ കുറച്ചും കൂടെ വിശദീകരിക്കാം. എന്ന് പറഞ്ഞാൽ ഞാൻ എത്രത്തോളം സ്പിരിച്വലായി അതിനെ ഗസ് ചെയ്യുന്നു അവിടെ മാത്രമേ റിസൾട്ട് ഉള്ളൂ. നമ്മൾ പലപ്പോഴും ഫിസിക്കലായ എല്ലാ കാര്യം ചെയ്യുന്നേ.
ഹല്ലേലൂയ. പക്ഷെ ഫിസിക്കലായ കാര്യത്തിന് സ്പിരിച്വലായ റിസൾട്ട് തരാൻ പറ്റത്തില്ല. ഫിസിക്കലിനെ സ്പിരിച്വലിനെ പ്രസവിക്കാൻ കഴിയത്തില്ല. പക്ഷെ സ്പിരിച്വലിന് ഫിസിക്കലായ പലതിനെയും പ്രസവിക്കാനായി കഴിയും. കുറച്ചും കൂടെ നന്നായി പറയാം. കർത്താവ് ശൂന്യതയിൽ നിന്ന് പറഞ്ഞു ഉണ്ടാകട്ടെ. സ്പിരിച്വൽ ആണ്. സകലതും ഉളവായിരിക്കുന്നതിനെ ഒരിക്കലും തിരിച്ചുണ്ടാക്കാൻ ഒക്കത്തില്ല. പക്ഷെ സ്പിരിച്വൽ ആയതിനെ ചിലത് പുറത്തേക്ക് കൊണ്ടുവരാനായി കഴിയും. ഇത്രയൊക്കെ മനസ്സിലായാലും കുഴപ്പമില്ല. നമുക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് അടുത്ത ആഴ്ചകളിൽ ആ കാര്യം കുറിച്ച് ചിന്തിക്കാം. ഇരുന്നോടെ പിള്ളേരെ. അപ്പോൾ നോക്ക്, ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവർ മേഘസ്തംഭത്തിനകത്തേക്കും അഗ്നിസ്തംഭത്തേക്കകത്തേക്കാണ് വന്നത്. അവർക്ക് കാര്യം മനസ്സിലായി. വിസിബിളായ ഒരു ആത്മലോകം അവർക്ക് കാണാമായിരുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് പുറപ്പാട് പുസ്തകത്തിലേക്ക് വരാം. അതിൻ്റെ 14-ാം അധ്യായം എടുക്കാം. അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കാം. അടുത്തത് ആ വാചകം ഒന്ന് വായിക്കാം. അനന്തരം ഇസ്രായേലരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൂതൻ. എല്ലാവരും പറഞ്ഞ്, ഇസ്രായേൽ സൈന്യത്തിന്റെ മുമ്പാകെ നടന്ന ദൂതൻ. ഓർക്ക പറ. ഞാൻ യേശുവിലേക്ക് വന്ന നിമിഷം മുതൽ എനിക്ക് മുമ്പായി ഒരു ദൂതനുണ്ടെന്ന് അറിയാവോ? ഒരു ഹല്ലേലൂയ പറയാവോ? പ്രശ്നം എവിടെയാണെന്നറിയോ? നമുക്ക് ചില കാര്യങ്ങൾക്ക് വ്യക്തതയില്ല. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചതോടുകൂടെ പരിപൂർണമായെന്ന് ചിന്തിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടു കൂടെ സകലതും പൂർണ്ണമായി. പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, ശ്രദ്ധിക്കണേ, പരിശുദ്ധാത്മാഭിഷേകം വന്നപ്പോൾ നിങ്ങൾ അറിയേണ്ടത് അതിനോട് കൂടെ ദൈവം ചിലത് ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ എത്തിയെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറ. ഇസ്രായേൽ ജനത്തിന്റെ മേൽ മിസ്രൈമിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവർ എത്തേണ്ടതിനെ, അവർ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ച സ്ഥലത്തേക്ക് അവരെ എത്തേണ്ടതിന് അവർക്ക് മുമ്പാകെ ഒരു ഏഞ്ചലിനെ ദൈവം അയച്ചു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അവരോടൊപ്പം ഉള്ളപ്പോൾ തന്നെ അവരെ വഴി നടത്താൻ വേറൊരു ഏഞ്ചലിനെ കൂടെ ദൈവം അയച്ചു. എന്നാൽ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ ഉള്ളിൽ ആത്മനിറവ് ഉണ്ടായിട്ട് ആ ആത്മനിറവിൽ ഇരിക്കുന്ന ഞാൻ പരിശുദ്ധാത്മാവിനോട് പോലും സംസാരിക്കാറില്ല. പരിശുദ്ധാത്മാവിനോട് പോലും സംസാരിക്കാത്തയാൾ ആ ആത്മനിറവ് വന്നപ്പോൾ എനിക്ക് വേണ്ടി അസൈൻ ചെയ്തിരിക്കുന്ന ഏഞ്ചൽസിനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ പരിശുദ്ധാത്മാവിന് നിറവ് വന്നു, പക്ഷെ നമ്മൾ ആരോട് സംസാരിക്കാറില്ല. ഇപ്പോഴും പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാറില്ല. അവൻ നമ്മളെ സകല വഴിയിലും സത്യത്തിലും വഴി നടത്തേണ്ടതിന് ആണ് വന്നത്. പക്ഷെ ആ വഴി നടത്തേണ്ടതിന് ഞാൻ പലപ്പോഴും ഇതുവരെയും പരിശുദ്ധാത്മാവുമായിട്ട് ഗൈഡൻസ് ഇല്ല. ഞാൻ ചെയ്യും, ദൈവമേ നീ സഹായിക്കണമെന്നാണ് നമ്മുടെ ചിന്ത. എന്നാൽ പരിശുദ്ധാത്മാവുമായിട്ട് ഒരാൾ ഗൈഡൻസിലേക്ക് വന്നാൽ അയാളുടെ കൂടെ ഒരു കൂട്ടം ഏഞ്ചലിക് സപ്പോർട്ടും കൂടെ ദൈവം നൽകാൻ തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിക്കാവോ? പരിശുദ്ധാത്മ പൂർണ്ണനായിരുന്നു യേശു കർത്താവ്. പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, പരിശുദ്ധാത്മ പൂർണ്ണനായ യേശു കർത്താവ് മരുഭൂമിയിലേക്ക് ചെന്നപ്പോൾ അവിടെ അവനെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് മാത്രമല്ല ഉണ്ടായിരുന്നേ, ഒരു മിനിസ്ട്രിങ് ഏഞ്ചൽസ് ഉണ്ടായിരുന്നു, ഒരു കൂട്ടം ദൈവദൂതന്മാരുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ ആത്മനിറവ് അനുഭവിക്കുന്ന സകലരുടെയും കൂടെ മിനിസ്ട്രിങ് ഏഞ്ചൽസ് അവരെ ഗൈഡ് ചെയ്യേണ്ടതിന് അന്ന് മുതൽ വ്യാപരിക്കാനായി തുടങ്ങും. നോക്കാം, ശ്രദ്ധിച്ചോണേ. കർത്താവെ ഞങ്ങളെ ഗൈഡ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നവരില്ലേ ഇതിനകത്ത്? കുറച്ചുപേരൊക്കെ ഉണ്ട്, കുറച്ചുപേരേ ഉള്ളൂ എന്ന് എനിക്കറിയാം. ആ പ്രാർത്ഥിക്കുന്നവരോട് ചോദിക്കാം, എങ്ങനെയാ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നേ? അപ്പൊ നിങ്ങൾ പറയും വചനത്തിലൂടെ, ആത്മാവിന്റെ ശബ്ദത്തിലൂടെ. ദാറ്റ് ഈസ് ട്രൂ. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾ അറിയേണ്ടത്, നിങ്ങളെ ഗൈഡ് ചെയ്യേണ്ടതിന് ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ട്, ഗൈഡ് ചെയ്യുന്ന ഏഞ്ചൽസ് ഉണ്ട്. അവർ നിങ്ങൾക്ക് മുമ്പാകെ പോകാൻ റെഡിയാണ്. പരിശുദ്ധാത്മാവുമായിട്ട് ആരെങ്കിലും കമ്മ്യൂണിക്കേഷനിലേക്ക് വന്നാൽ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്ന ഏഞ്ചൽസിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ഈ ഇടം നിങ്ങൾക്ക് മനസ്സിലാകാനായി തുടങ്ങും. കുറച്ചും കൂടെ ഉള്ളിലേക്ക് വരട്ടെ. എന്റെ കൂടെ എത്തി ഒരു നല്ല ഹല്ലേലൂയ പറയാം. സങ്കീർത്തനക്കാരൻ പറയുക, ഈ എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടത്തിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. നിങ്ങൾ പറയും, എങ്ങനെയാ ദൈവം വിടുവിക്കുന്നേ? ദൈവം നേരിട്ട് വിടുവിച്ചു. പക്ഷെ ഞാൻ വേദപുസ്തകത്തിൽ നോക്കിയപ്പോൾ ദൈവം നേരിട്ട് വിടുവിച്ച സംഭവങ്ങൾ കുറവാണ്.
ഈ ദാനിയേൽ സിംഹക്കുഴി വീണു. ആ സിംഹക്കുഴിയിലെ സിംഹത്തിന്റെ വായ അടച്ചതാരാ? ആ സിംഹത്തിന്റെ വായ അടച്ച ദൂതന്മാരാ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഇതാ ഒരു തീക്കകത്ത് വീണു. നാലാമതൊരുവൻ അവിടെ നിൽക്കുന്നത് കാണാം. നിങ്ങൾ പറയുമായിരിക്കും യേശു കർത്താവാണ് അവിടെ വന്ന് നിൽക്കുന്നത്. എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അതൊരു ഏഞ്ചലാണ്. ദൈവം നമ്മളെ വിടുവിക്കുന്ന വിധമാണ് ഞാൻ അറിയേണ്ടത്. ആ വിധം അറിയണമെങ്കിൽ ആ പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധം വേണം. ആ വിധം അറിയണമെങ്കിൽ ആ ഏഞ്ചൽസുമായി റിലേഷൻ ഉണ്ടാകണം. അവിടെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാനായി തുടങ്ങുന്നത്. അടുത്തിരിക്കുന്നവരോട് പറയാവോ, എളിയവർ നിലവിളിച്ചപ്പോ യഹോവ കേട്ടു, സകല കഷ്ടത്തിന് വിടുവിച്ചു. പക്ഷെ ഭക്തൻ നിലവിളിച്ചില്ല. പക്ഷെ ഭക്തനൊരു കാര്യം അറിയാമായിരുന്നു, തനിക്ക് ചുറ്റും ദൂതന്മാരുണ്ട്, തനിക്ക് ചുറ്റും ദൂതന്മാരുണ്ട്. അവൻ എന്നെ പരിപാലിക്കുന്നവനാണ്. ദൈവം എന്നെ ഗൈഡ് ചെയ്യുന്നത്, വിടുവിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ സഭയ്ക്ക് അറിയത്തില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ശ്രദ്ധിച്ചോ, ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ആ ചെവി സൗഖ്യമാകുമ്പോൾ മുമ്പ് എനിക്കുണ്ടായൊരു അനുഭവം ശ്രദ്ധിച്ചോ. ഞാൻ അങ്ങോട്ട് പുറകോട്ട് നടക്കുക, ഞാൻ എന്തിനെയോ ഹിറ്റ് ചെയ്തത് എനിക്ക് മനസ്സിലായി. ആ ഏഞ്ചലിന് എനിക്ക് വളരെ പരിചയമുള്ള അയാൾ എവിടെയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടോ അവിടെയെല്ലാം ചെവി സൗഖ്യമാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദൈവമല്ലേ സൗഖ്യമാക്കുന്നത്? ഞാൻ അതിന് വിരോധമൊന്നുമില്ല. ദൈവം സൗഖ്യം. പക്ഷെ എങ്ങനെയാണ് സൗഖ്യമാക്കുന്നത്? ദൈവത്തിന് ധാരാളം വഴികളുണ്ട്. അവൻ്റെ നാമമുണ്ട്, അവൻ്റെ വചനമുണ്ട്, അവൻ്റെ ശക്തിയുണ്ട്, അതേപോലെ അവന്റെ ഏഞ്ചൽസും ഉണ്ട്. കൂടെ എത്തിയെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ. ഇന്ന് പകൽ മുതൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഏഞ്ചൽസിനെ നിങ്ങൾക്കൊരു സന്ദർശനം ഉണ്ടാകാൻ പോവാം. How many of you believe? ഈ പകൽ മുതൽ ഒരു ചിലർക്ക് എൻകൗണ്ടേഴ്സ് ഉണ്ടാകാൻ പോകുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇസ്രായേലിനോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മുമ്പായി പോകുമെന്ന് പറഞ്ഞു. പക്ഷെ അതോടൊപ്പം ദൈവം പറഞ്ഞു, കർത്താവ് മുമ്പിൽ പോകുമെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് അടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും, അവനല്ല മുമ്പിൽ പോയത്, അവന് പകരം അവൻ അയച്ചൊരു ദൂതനാ പോയത്. എന്തിനാ ദൂതൻ പോയത്? കനാന്യരുടെ കയ്യിൽ ഇരിക്കുന്നതിനെ തന്റെ കൈകളിലേക്ക് വരുത്തുവാൻ. ദൂത് നിങ്ങളോടാണ്. ദൈവത്തിന്റെ വാഗ്ദത്തത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ചില ഏഞ്ചലിസ്റ്റ് ശുശ്രൂഷയുണ്ട്. ഞാനൊന്നും കൂടെ ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കുന്ന ഏഞ്ചലിക് വിസിറ്റേഷൻസ് ഉണ്ട്. ഞാൻ ഈ സഭയോട് പറയുക, ജൂലൈ മാസം സഭയ്ക്കുണ്ടാകുന്ന കാര്യങ്ങൾ, ഈ വരുന്ന ദിവസങ്ങളിൽ സഭയ്ക്കുണ്ടാകുന്ന കാര്യങ്ങൾ, കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു രാമേൻ പറ, ചേർന്ന് രാമേൻ പറ. ചിലരുടെ വാഗ്ദത്തങ്ങളിലേക്കുള്ള യാത്ര വേഗത്തിൽ സാധ്യമാകാൻ പോകുന്നു. I release some angels now. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന ദൈവം എന്നെ വാഗ്ദത്തത്തിലേക്ക് എത്തിക്കണേ. ഹൗ? അതിന് ഗൈഡ് ചെയ്യുന്ന ഏഞ്ചൽസ് ഉണ്ടോ? വാഗ്ദത്തത്തിൽ എത്തിക്കണമേ എന്ന് പറഞ്ഞ കനാന്റെ കയ്യിലിരിക്കുന്ന കനാനിയ അവകാശങ്ങളിൽ നിന്ന് അതിനെ തന്റെ കയ്യിലേക്ക് എത്തിക്കുന്ന ചില ഏഞ്ചൽസ് ഉണ്ട്. എന്ന് പറഞ്ഞ ചില അവകാശങ്ങളെ നിന്റെ കയ്യിലെത്തിക്കുന്നവയുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് അത് നിന്റെ കൈകളിൽ തരാൻ പറ്റത്തില്ല. എന്നാൽ ദൈവം നിന്റെ മുമ്പിൽ അയക്കുന്ന ഏഞ്ചൽസിനെ അത് നിന്റെ കൈകളിലേക്ക് എത്തിക്കാനായി കഴിയും. നിനക്ക് മുമ്പായി ഒരു ദൂതൻ കടന്നു പോകും. നമുക്കറിയാം, നിന്റെ കാൽ കല്ലിൽ മേൽ തട്ടാതെ അവൻ സൂക്ഷിക്കും. ആര് സൂക്ഷിക്കുമെന്ന? ദൈവമാ സൂക്ഷിക്കുന്നേ. പക്ഷെ അതിനെ നിയോഗിക്കുന്ന ആരെയാ? ഭക്തന് ചുറ്റും പാളയം ഇറങ്ങി അവരെ സംരക്ഷിക്കുന്നു. ദൈവമാ സംരക്ഷിക്കുന്നേ. പക്ഷെ അതിനെ ഉപയോഗിക്കുന്ന ആരെയാ? ദൂതന്മാരെയാ. എന്റെ അകത്ത് വന്നൊരു കൺഫ്യൂഷൻ ഞാൻ പറയട്ടെ. ആർ യു ലിസണിങ് ടു മീ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഞാനൊരിക്കൽ ഏലിയാവിനെ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ ഇത് പറഞ്ഞിട്ടില്ല. ഏലിയാവിനെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഏലിയാവിന്റെ കൂടെ ഒരു ഏഞ്ചൽ ഉണ്ടായിരുന്നു.
തന്നെ പിടിക്കാൻ വന്ന ആളുകൾ കൂടെ പോകണോ പോകണ്ടേ എന്ന് പറഞ്ഞത് ആ ദൂതനായിരുന്നു. ദൂതൻ പറഞ്ഞു, അവരെ പേടിക്കണ്ട, നിനക്ക് അവരുടെ കൂടെ പോകാം. എനിക്കൊരു ഡൗട്ട്, അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, ഒരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞേ. ഒരു ഡൗട്ട് ഉണ്ട്. ഇത്രയും ശക്തനായി ദൈവശബ്ദം കേൾക്കുന്നയാളാ ഏലിയാവ്. ഭയങ്കരമായിട്ട് ആരുടെ ശബ്ദം കേൾക്കുന്നയാളാ സോളി? ഏലിയാവ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നയാളാ. ദൈവത്തിന്റെ ആത്മാവ് കൂടുള്ളപ്പോ ദൂതൻ വന്ന് പറഞ്ഞു കൊടുക്കണോ? പറ. ദൈവാത്മാവ് കൂടുള്ളപ്പോ ദൂതൻ വന്ന് പറഞ്ഞു കൊടുക്കണോ? അപ്പൊ ദൂതനോടാണോ ചോദിക്കണ്ടേ, ദൈവത്തോടാണോ ചോദിക്കണ്ടേ? Do you have a confusion like that? ദൂതനോടാണോ ചോദിക്കണ്ടേ, ദൈവത്തോടാണോ ചോദിക്കണ്ടേ, ആത്മാവോടാണോ ചോദിക്കണ്ടേ, കൂടെ നിൽക്കുന്ന ഏഞ്ചൽസിനാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സംശയം വന്നിട്ടുണ്ടോ? സംശയം വന്നിട്ടുള്ളവനോട് ഇത് പ്രസംഗിച്ചിട്ട് കാര്യമുള്ളതെന്നൊക്കെ എനിക്കറിയാം. എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഞാൻ പ്രസംഗിക്കുമോ? എനിക്കൊരു കാര്യം മനസ്സിലായി, തൃത്വത്തിൽ മൂന്നാമൻ ഒരുവൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഏഞ്ചൽ എൻ്റെ കൂടെ ഉള്ളത്. നിങ്ങൾക്ക് പിടികിട്ടിയൊന്നും എനിക്കറിയത്തില്ല. ആരാ? തൃത്വത്തിൽ ഒരുവൻ. ആരാത്? ദൈവമായവൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഏഞ്ചലിക് സപ്പോർട്ട് എനിക്ക് ഉണ്ടായത് പോലും. എന്റെ കൂടെ ഉള്ളത് ദൈവവും എന്നെ സഹായിക്കുന്ന ഒരു ഏജന്റുമാണ്. അവൻ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് സഹായിയായിട്ട് ഇവനുള്ളതാ. എന്റെ കൂടെ ഉള്ളൊരു ഹല്ലേലൂയ പറ. ഇമ്പോർട്ടന്റ് എന്റെ കൂടെ നിൽക്കുന്നവനാ, അതുകൊണ്ട് സഹായിയായിട്ട് ഇവനുള്ളതാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? നിനക്ക് ദൈവത്തോട് സംസാരിക്കാം, അതിനാണ് പ്രയോറിറ്റി. പക്ഷെ ദൈവത്തോട് സംസാരിക്കുമ്പോൾ അവൻ ചെയ്യേണ്ടതിന്, അവൻ ചിലത് ചെയ്തെടുക്കേണ്ടതിന് അവൻ നിന്റെ കൂടെ ദൂതന്മാരെ ആക്കിയിട്ടുള്ളതാ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. പറഞ്ഞേ, എന്റെ കൂടെ മൂന്നാം തൃത്വത്തിൽ ഒരുവൻ ഉള്ളത് കൊണ്ട് ഏഞ്ചൽസ് എന്റെ കൂടെ നിൽക്കുന്നത്. ആരോ ഒരാളിനോട് ചോദിച്ചു, ബ്രദറെ, നമ്മൾ എന്ത് പറഞ്ഞാലും ദൂതന്മാർ ചെയ്യുവോ? ഞാൻ എന്ത് പറഞ്ഞാലും, എല്ലാവരും പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞാലും. അടുത്തിരിക്കുന്ന ആളുടെ കൈ എടുത്തിട്ട് പറഞ്ഞേ, ആ ഞാനാണ് പ്രശ്നം എന്ന് പറ. പറ, ആ ഞാനാണ് പ്രശ്നം എന്ന് പറ. കാരണം ഒരുവൻ ക്രിസ്തുവിലായാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പഴയത് കഴിഞ്ഞു പോയി, പുതിയതാണെല്ലാം. ഓ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാൻ അല്ല ജീവിക്കുന്ന അവനാണ് എന്ന് പറഞ്ഞ നീയാ സംസാരിക്കുന്നെങ്കിൽ അവൻ കേൾക്കത്തില്ല. നീ മരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കേൾക്കാനായി തുടങ്ങും. ഏമേ, നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, നീയാ സംസാരിക്കുന്നതെങ്കിൽ അവൻ കേൾക്കത്തില്ല. നീ മരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ കേൾക്കുവാനിടയാകും. ഞാനാ സംസാരിക്കുന്നെങ്കിൽ അവൻ കേൾക്കത്തില്ല. പക്ഷെ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഞാൻ പറയുന്നത് കേൾക്കാനായി തുടങ്ങും. കാരണം ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനല്ല, ഞാനല്ല ജീവിക്കുന്നത്, അവനാണ് ജീവിക്കുന്നത്. ഞാനല്ല സംസാരിക്കുന്നത്, അവനാ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് എല്ലാം കേൾക്കുമോ എന്ന് ചോദിക്കുന്നതിന് മറുപടിയാ എനിക്ക് പറയാനുള്ളത്. അതിന്റെ കാരണം അവർ ജഡം കൊണ്ട് അതിനെ ഡീൽ ചെയ്യുന്നേ. അടുത്തിരിക്കുന്നവരോട് പറ, ജഡം കൊണ്ട് അവരതിനെ ഡീൽ ചെയ്യുന്നേ. സങ്കീർത്തനം 103 അതിന്റെ 20ാമത്തെ വാക്യം പറയുന്നത്, അവന്റെ വാക്കുകൾ നീ പറയാൻ തുടങ്ങിയാൽ അത് കേട്ടിട്ട് ആര് ചലിക്കാൻ തുടങ്ങും? ഞാൻ അവന്റെ വാക്കുകൾ പറയണം. കൈ അടിച്ചൊരു ആമേൻ പറ. ശബ്ദം ഉയർത്ത് ഹല്ലേലൂയ പറ. നിങ്ങൾക്കറിയാം, ഒരു ദൂതനല്ല എനിക്കും ദൈവം അസൈൻ ചെയ്തിട്ടുള്ളത്. വേദപുസ്തകം പറയുന്നത് ന്യൂമറസ് ഏഞ്ചൽസ് എന്ന്. അതിന്റെ എണ്ണം പറയാൻ പറ്റാത്തോണ്ടാ അങ്ങനെ പറഞ്ഞത്. അസംഖ്യം എന്ന് എഴുതിപ്പോയി എന്ന് പറഞ്ഞ എണ്ണ ഇല്ലാത്ത ദൂതന്മാരുടെ മധ്യയിലാണ് ഞാൻ ജനിച്ചത്. ഇനി ഞാൻ ഒരു വാചകം പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവില്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയാൻ പോവാം. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി പ്രാർത്ഥിക്കും കൂടെ ചെയ്താട്ടെ. ഞാൻ എന്ത് കാര്യത്തിനായി അസൈൻ ചെയ്യപ്പെട്ടു എന്ന് ഞാൻ അറിയുമ്പോൾ അതിനുവേണ്ടി നിയോഗിക്കപ്പെടുന്ന അസൈൻഡ് ആയ ഏഞ്ചൽസ് വെളിപ്പെടാൻ തുടങ്ങും. പറയാവോ ഞാൻ പറഞ്ഞത്? ഞാൻ എന്ത് കാര്യത്തിന് എന്നെ ദൈവം അസൈൻ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയണം.
അപ്പോഴാണ് അതിനുവേണ്ടി അസൈൻ ചെയ്തിരിക്കുന്ന ദൂതന്മാർ എന്റെ കൂടെ ചലിക്കാനായി തുടങ്ങുന്നത്. ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം അസൈൻ ചെയ്തത് കനാന്യ ദേശം പിടിച്ചു കൊടുക്കാനാ. അവരുടെ അസൈൻമെന്റ് അത് പിടിക്കുവാനുവാ. അയ്യോടാ, ഇസ്രായേൽ ജനത്തിന്റെ അസൈൻമെന്റ് എന്തോ തോളി കനാനെ സ്വന്തമാക്കണമെന്നോ. അത് അവര് റിസീവ് ചെയ്തത് എന്നാണോ അന്ന് അതിനു വേണ്ടിയുള്ള ഏഞ്ചലും റിലീസായി. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ പർപ്പസ് അറിയത്തില്ലെങ്കിൽ ഒരു ഏഞ്ചലിക്ക് വിസിറ്റേഷനും ഇല്ല. ലേൺ പർപ്പസ് ഫ്രം ദ ഹോളി സ്പിരിറ്റ്. അവിടെ ഇമ്പോർട്ടന്റ് ഹോളി സ്പിരിറ്റിനാ. ലേൺ പർപ്പസ് ഫ്രം ദ വേർഡ്. അവിടെ ഇമ്പോർട്ടന്റ് വേർഡിന്. ഇത് രണ്ടിൽ നിന്നും നിനക്ക് പർപ്പസ് വേണ്ടി കിട്ടിയ സ്വർഗം നിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായി തുടങ്ങും. കൊടുണ്ടെങ്കിൽ കൈ അടിക്കും, ആമേൻ പറ. ചിലരുടെ അസൈൻമെന്റ് എന്താന്ന് ഗ്രഹിച്ചവർ ഇതിനകത്തുണ്ടെങ്കിൽ അവരോട് കൂടെ ചലിക്കുന്ന ഏഞ്ചൽസും ഉണ്ട്. ഭയങ്കരമാകട്ടെ ഇത് പറഞ്ഞ തീരെ. ചില ആളുകൾ ചോദിക്കും, സ്പിരിച്വൽ ആയ കാര്യത്തിന് മാത്രമേ എനിക്ക് അസൈൻമെന്റിന്റെ കൂടെ ദൈവദൂതന്മാർ നിൽക്കത്തുള്ളൂ. അങ്ങനെയല്ല. നിനക്ക് ഈ ഭൂമിയിൽ എന്തെല്ലാം ചെയ്തെടുക്കണോ അതിനെല്ലാം ഹെൽപ്പേഴ്സ് ഉണ്ടാകും. എങ്ങനെ അറിയാം? അടുത്തിരിക്കുന്നവരോട് എങ്ങനെ അറിയാം? നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ സ്പിരിച്വലായ കാര്യത്തിന് മാത്രമല്ല പൈശാചിക പോരാട്ടം ഉള്ളത്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, നിങ്ങളുടെ സ്പിരിച്വലായ കാര്യത്തിൽ മാത്രമല്ല എന്തുള്ളത്, നിങ്ങളുടെ ജീവിതത്തോട് മുഴുവൻ ആര് പോരാടുന്നേ? നിങ്ങൾ അറിയേണ്ടത് അങ്ങനൊരു ഗ്രൂപ്പ് ഓഫ് ഈവിൾ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നെങ്കിൽ അങ്ങനൊരു ഗ്രൂപ്പ് ഓഫ് ഏഞ്ചൽസ് നിങ്ങൾക്കായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവൻ സൈന്യങ്ങളുടെ ദൈവമാണ്. അടുത്തിരിക്കുന്നവരോട് പറ, പിശാചിനെ സൈന്യങ്ങളുടെ പിശാചെന്ന് പേരില്ലെന്ന് പറ. വീണുപോയ കുറച്ചു പേരെ അവിടെ കൂടെ ഉള്ളൂ. പക്ഷേ എന്റെ കൂടെ വീണുപോകാത്ത അസംഖ്യം ദൂതന്മാരാ ഉള്ളത്. അസംഖ്യം. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ പോരാട്ടത്തെ വലുതായി കാണുന്നേ, സപ്പോർട്ടിനെ വലുതായി കാണാറില്ല. പോരാട്ടത്തെക്കാൾ ഉപരി എന്റെ ഒപ്പം നിൽക്കുന്നവരെ കാണാം. കാല് കല്ലിൽ മേൽ തട്ടത്തില്ല. അടുത്തിരിക്കുന്ന 3-4 പേരോട് പറ, കാല് കല്ലിൽ മേൽ തട്ടത്തില്ല. എങ്ങനെയാ കാല് തട്ടാ പോകുന്നേ? നീ അസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നീ മൂവ് ചെയ്യുമ്പോ അതിനെ തടയാൻ ഒരാൾ വരത്തില്ല. No one can stop it. ദൈവം നിന്നെ പ്ലാൻ ചെയ്തിരിക്കുന്ന എവിടെയാണോ അവിടേക്ക് നീ മൂവ് ചെയ്യുമ്പോ അതിനെ അടയ്ക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല, വ്യക്തിക്കും കഴിയത്തില്ല. No one can. Thank you Jesus. No one can stop me. ഞാൻ ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ പറയട്ടെ. ലീഡേഴ്സ് എന്റെ പുറകെ ഒന്ന് നിൽക്കാവോ? സഹോദരന്മാരെ, ലീഡേഴ്സ് എന്റെ പുറകെ ഒന്ന് നിൽക്കാവോ? സോളിവാ, ഞാനൊരു ഡിക്ലറേഷൻ പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ് വേൾഡ് ചർച്ചിനെ, ഹല്ലേലൂയ, ട്രിവാൻഡ്രം സിറ്റിയെ അല്ല, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിനെ അല്ല, കേരളത്തിനെ അല്ല, ഇന്ത്യയെ പിടിക്കാൻ ദൈവം അസൈൻ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടെ പറയാമെങ്കിൽ പറ, തുള്ളിച്ചാടെങ്കിൽ തുള്ളിച്ചാട്. It is assigned to catch India. ഇന്ത്യൻ ക്രിസ്ത്യൻ ലോകത്തില് പറയുമ്പോൾ നമുക്ക് ശ്വാസം പോകുന്നൊക്കെ തോന്നിയേക്കാം. ക്രിസ്ത്യൻ ഗോളത്തില് ഭാരതത്തിൽ ഒരു ഉണർവ് വരണമെന്ന് പാടിയ ആള് ഞാനാ. ഇന്ത്യയിൽ ഉണർവ് വരണമെന്ന് പാടിയില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഇല്ലെന്ന് തോന്നുന്നത്. നാളെ അത് ഭാരതമാവുന്ന നേരത്തെ കർത്താവിന് അറിയായിരുന്നു എനിക്ക് തോന്നുന്നത്. ഭാരതം ഉണരണം, യേശുവിൽ. I am assigned for Bharadam. Amen. Church is assigned for Bharadam. Jesus. അതിനെ ഫുൾഫിൽ ചെയ്യാൻ
you can believe, അതിനെ ഫുൾഫിൽ ചെയ്യാൻ, അതിനെ ചെയ്തെടുക്കാൻ ദൈവദൂതന്മാർ നമ്മുടെ മുമ്പിലുണ്ട്. Dunana silano, Dunana silano, Rinana salako. നിനക്കൊരു അസൈൻമെന്റ് ഉണ്ടെങ്കിൽ, ദൈവം നിന്നെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ആക്കി വെച്ചതിനെ സഹായിക്കാൻ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന മിനിസ്ട്രിയെ എതിർക്കുന്ന പിശാചിനെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പറ, അറിയാവോ ഇല്ലയോ? നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷയെ എതിർക്കുന്ന പിശാചിനെ അറിയാവോ ഇല്ലയോ? അപ്പൊ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷയെ സഹായിക്കുന്ന ദൂതന്മാരെ നിങ്ങൾ പരിചയപ്പെടണ്ടേ? പിശാചിനെ അറിയാം, പക്ഷെ ആരെ അറിയത്തില്ല? സഹായിക്കുന്ന ഏഞ്ചൽസിനെ അറിയത്തില്ല. അവര് കുറച്ചു പേരും നമ്മുടെ കൂടെ ഉള്ളവർ കൂടുതലുവാ. നിങ്ങളെന്താ കൈയടിക്കാത്തതെന്ന് എനിക്ക് അറിയത്തില്ല. We are here to reign. We are here to rule. We are here to reign. We are here to rule. Come on, clap the, give a clap offering to the Lord. Come on, worship the Lord. Thank you, Jesus. When I get into the spiritual world, from that day onwards, assigned angels are working for me. എന്നെ വിളിച്ചപ്പോഴേ ദൈവത്തിനൊരു പ്ലാൻ ഉള്ളത് കൊണ്ട് ആ പ്ലാനിലേക്ക് എത്തിക്കുന്ന ഏഞ്ചൽസ് എൻ്റെ മുമ്പിലുണ്ട്. അവനോട് നിങ്ങൾ എതിർക്കരുത്, അവനെ നിങ്ങൾ കേൾക്കണം. അവനോട് നിങ്ങൾ എന്ത് ചെയ്യരുത്? എതിർക്കരുത്, പകരം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ അവൻ പറയുന്നത് നീ കേൾക്കണമെന്ന് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ, സ്വന്തം ജനത്തോട് പറഞ്ഞതാ. നമ്മൾ അതിനേക്കാൾ കൊറ്റു താഴെയല്ല, അതിനൊക്കെ മുകളിലാണ്. എങ്കിൽ അസൈൻഡ് ആയ പലതും നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ പ്രശ്നം എന്നാന്നറിയോ? നമുക്ക് ഈ മേഖലയിൽ വ്യക്തതയില്ല. പിശാച എൻ്റെ അസൈൻഡായ ശുശ്രൂഷയ്ക്കെതിരെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ധാരാളമാര് പ്രവർത്തിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ അസൈൻഡായ മിനിസ്ട്രിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഏഞ്ചൽസ് എത്ര പേരുണ്ട്, അവരെങ്ങനെ പ്രവർത്തിക്കുമെന്ന് പ്രസംഗിക്കാൻ ആളില്ല. നിങ്ങൾ പറയുമായിരിക്കും, ബ്രദറെ എനിക്കൊരു ശുശ്രൂഷയൊന്നുമില്ല. വെയിറ്റ്, കല്യാണം കഴിഞ്ഞോ? പറ, കല്യാണം കഴിഞ്ഞില്ലേ? കല്യാണം കഴിഞ്ഞാൽ കുടുംബം നോക്കാൻ സഹായിക്കുന്ന ഏഞ്ചൽസ് വരും കൂടെ. കുടുംബം കലക്കാൻ പിശാചുണ്ടെങ്കിൽ കുടുംബം പണിയാൻ ദൈവദൂതന്മാരില്ലേ? അങ്ങ് സ്വർഗത്തിൽ ക്ഷാമം ഉണ്ടോ? അപ്പോ നിങ്ങൾ വല്ലതും പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? കുടുംബം കലക്കുന്ന പിശാചിനെ കുറിച്ച് പറയുന്ന എത്ര പേര് അതിനകത്തുണ്ടോ? ഇവിടെ ഇരിക്കുന്ന കൂടുതലും പേരും പറയുന്ന അതാ. പക്ഷേ കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന, കാല് പോലും കല്ലി തട്ടത്തില്ലാതെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ദാ കുടുംബം കലങ്ങി കിടക്കുമെന്ന്. സോ അവിടെ എന്തോ മിസ് ചെയ്യുന്നുണ്ട്. അതേ പറഞ്ഞ് നമ്മുടെ വിചാരത്തിൽ സ്പിരിച്വലായ കാര്യങ്ങളിൽ മാത്രമേ ദൂതന്മാർ നമ്മളെ സഹായിക്കൂ എന്നാണ് വിചാരം. പക്ഷേ ഏതെല്ലാം കാര്യത്തിൽ ഫിസിക്കലായിട്ടുണ്ടോ അവിടെയെല്ലാം ആർക്കെന്നെ സഹായിക്കാൻ കഴിയും? ഏഞ്ചൽസിനെ സഹായിക്കാൻ കഴിയും. എൻ്റെ ഒപ്പം എത്തിയവരൊന്ന് കൈ അടിച്ചൊരു ആമേൻ പറ. നിങ്ങൾ ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് കുറെ ഡ്രീംസും ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെ വരുന്നില്ലേ? പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ അതെങ്ങനെ ഞാൻ ഏഞ്ചലിനോട് പറയുമെന്ന്? നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകേണ്ട ബോധം നിങ്ങൾ ആത്മാവിൽ നിറവുള്ളവരാണ് എന്ന ബോധമോ. ആത്മാവിൽ നിങ്ങൾ നിറഞ്ഞവരാണ് എങ്കിൽ നിങ്ങൾ പറയുന്നത് അത് റൈറ്റ് ആയിരിക്കും. അല്ല, സ്പിരിച്വലി നിങ്ങൾ ഡൗൺ ആണെങ്കിൽ ഫുൾ വിത്ത് ദ സ്പിരിറ്റ്, ഫുൾ വിത്ത് ദ വേർഡ്, പിന്നീട് നിങ്ങൾ പറയുന്നതെല്ലാം അസൈൻമെന്റിനോട് ചേർന്ന വേർഡുകളായിരിക്കും. അതിൽ നിന്ന് അല്ലാത്തതൊന്നും നിങ്ങളിൽ നിന്ന് പുറത്തു വരത്തില്ല. ഭാഗം കുറച്ച് കട്ടിയാ, അതെങ്ങനെയാ ഇനി പറഞ്ഞു കൊടുക്കാന്ന് എനിക്ക് അറിയത്തില്ല. ആ ഭാഗം കുറച്ച് കട്ടിയാന്ന് എനിക്കും അറിയാം. മെല്ലെ മെല്ലെ നിങ്ങളങ്ങ് പഠിക്കേ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ആരോ ഒരു മോള് ചിന്തിക്കുന്നുണ്ട്, ബ്രദർ പറയുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഏഞ്ചൽസ് ആർ വർക്കിംഗ് ഫോർ യു.
The Holy Spirit is working for you. ഇമ്പോർട്ടൻ്റ് ഏഞ്ചൽസിനല്ല, ഇമ്പോർട്ടൻ്റ് അല്ല, ദൈവ തൃത്വത്തിൽ മൂന്നാമൻ എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് അവരെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് പോലും. ഭയങ്കര കേട്ടോ. എൻ്റെ കൺഫ്യൂഷൻ തീർന്ന ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. എപ്പോഴും ഞാൻ കർത്താവിനോട്, ഞാൻ ആരോടാണ് സംസാരിക്കേണ്ടത്, ദൂതനോടാണോ ദൈവത്തോടാണോ? കാരണം പ്രയോറിറ്റി ആർക്ക് പോകുന്നു എൻ്റെ ചിന്ത. അപ്പം ഞാൻ ഇവനോട് സംസാരിക്കണമെങ്കിൽ, എൻ്റെ കൂടെ നിൽക്കുന്ന ആളിനോട് സംസാരിക്കണമെങ്കിൽ, എൻ്റെ ഉള്ളിലുള്ള തൃത്വത്തിൽ മൂന്നാമത് ഒരുവൻ നിൽക്കുന്നതുകൊണ്ടാണ് ഇവൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമനെ പ്രതിയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഞാൻ അവൻ്റെ മകനാണെന്നുള്ള പ്രതിയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, things are very different. കൈയടിച്ച് കർത്താവിനോട് അല്ലേ ആമേൻ. അടുത്തിരിക്കുന്നവരോട് പറ, എനിക്ക് മുമ്പായി ഒരുവൻ പോകുന്നുണ്ട്. എനിക്ക് മുമ്പായി ഒരുവൻ പോകുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഒരു പാട്ട് എഴുതി, ഓർമ്മയുണ്ടോ? മുമ്പേ ഒരുവൻ പോകുന്നു, അത് എൻ്റെ നല്ല ദൈവമാ. മുമ്പേ ഒരുവൻ പോകുന്നു, അത് എൻ്റെ നല്ല. അടുത്തിരിക്കുന്ന രണ്ടുപേരുടെങ്കിലും കൈ കൊടുത്തിട്ട് പറ, അവൻ എൻ്റെ മുമ്പേ പോകുവോ? മുമ്പേ ഒരുവൻ പോകുന്നുണ്ടോ? മുമ്പേ ഒരുവൻ പോകുന്നുണ്ടോ? ഒന്ന് കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പറ, മുമ്പിൽ ഒരുവൻ പോകുന്നുണ്ടോ? മുമ്പിൽ ഒരുവൻ പോകുന്നുണ്ട്. അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ. മുമ്പിൽ നടന്ന ദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. അടുത്ത വാചകം എഴുതിയിരിക്കുന്ന മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി അവരുടെ പിമ്പിലേക്ക് പോയി. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാ. എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? മേഘസ്തംഭത്തെയും ദൂതനെയും തമ്മിൽ വേർതിരിക്കാൻ ഒക്കത്തില്ല. പ്രസൻസിനെയും ഏഞ്ചൽസിനെയും തമ്മിൽ എന്ത് ചെയ്യാക്കത്തില്ല, വേർതിരിക്കാൻ പറ്റുന്നില്ല. ഏഞ്ചൽസുമായി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വേണോ? പ്രസൻസ് ആദ്യം ഉണ്ടാകണം. ആ പ്രസൻസിൽ നിന്ന് ഇത് ചെയ്യാനൊക്കത്തുള്ളൂ. ഇത് ഒരു നല്ല ആമേൻ പറ. ആദ്യം കണക്റ്റഡ് ആകേണ്ടത് പ്രസൻസിലേക്ക്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞിട്ട്. നമ്മുടെ പ്രശ്നം എന്നാന്നറിയാം, നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവ സാന്നിധ്യം, വീട്ടിൽ പോകുമ്പോൾ ഇല്ല. ഒരു പാട്ട് തെറ്റിയാൽ ദൈവ സാന്നിധ്യം പോകും. എവിടെയൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ദൈവ സാന്നിധ്യം ഇറക്കാൻ പെടുന്ന പാടറിയാമോ നിങ്ങൾക്ക്? ഞാനൊരിക്കലും ഒരു ക്ലാസ് എടുത്ത്, നിങ്ങൾ ആരെങ്കിലും ഓർമ്മിക്കുന്ന കരവള്ളൂർ പ്രസംഗിച്ച മെസ്സേജ് നിങ്ങൾ കേൾക്കണം. ദൈവ സാന്നിധ്യം ഇറക്കാൻ ശ്രമിക്കുന്നവരെല്ലാം മണ്ടന്മാരാണ്. കാരണം ഒരിക്കൽ ദൈവം എൻ്റെ ഉള്ളിൽ വസിച്ചതാണ്. ഇനി ദൈവ സാന്നിധ്യം മേളിൽ നിന്ന് ഇറക്കണ്ട, എൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ ബ്രദറെ, എനിക്ക് അനുഭവിക്കാൻ പോകാത്തത് ഫെലോഷിപ്പ് മുറിഞ്ഞതാ. അനുഭവിക്കാൻ പറ്റാത്തതല്ല, കൂട്ടായ്മ മുറിഞ്ഞു. ചോദിച്ചാൽ മതി, അപ്പച്ചാ നീ എവിടെ പോയേ? അപ്പം തിരിച്ചു പറയും, ഞാനിവിടെ ഉണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്താ? അതില്ല കാരണം അവിടെ സെറ്റിൽ ചെയ്യുക, റിസ്റ്റോർ ചെയ്യുക. അത്രയേ ഉള്ള കാര്യം. അവരുടെ പുറകിലേക്ക് അവൻ മാറി നിന്നു. രാത്രി മുഴുവൻ മിസ്രയീം സൈന്യവും ഇസ്രായേൽ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവരുടെ മധ്യയിലായിരുന്നെന്ന്. നിന്നെ ഒരു ശത്രു തൊടത്തില്ല. ഇതിന്റെ ഇടയിൽ ഒരുവൻ നിപ്പുണ്ട്. ഒരു ആമേൻ പറ. നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് ഇത്രയും വർഷം ഞാൻ വായിച്ചിട്ട് മനസ്സിലാകാത്തൊരു വാചകം പറയാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാർ. വായിച്ചിട്ടില്ലേ നിങ്ങൾ? എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോലും മനസ്സിലായോ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്ന ആൾ. ക്രിസ്തു ഇങ്ങനെ പിടിച്ചു വെച്ചേക്കോ എന്നെ. അതിൽ നിന്ന് ആരെ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്നെ? ഇതിന്റെ ഇടയിലേക്ക് ഒരുവൻ വരണ്ടേ? ജോനവാ, നീ ഇടയിൽ കയറാൻ കൊള്ളാവുന്നുള്ളൂ. എന്റെ ഇടയിൽ കയറാൻ നോക്കും, സ്ഥലമില്ല. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. നിങ്ങളെന്താ ആമേൻ പറയാത്തെ? എന്നിൽ നിന്ന് അകറ്റാൻ ആർക്കും കഴിയത്തില്ല. കാരണം അതുപോലെ ടൈ ആണിത്. ഒന്നിനും എന്നെ അകറ്റാൻ പറ്റത്തില്ലെന്ന് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിലേക്ക് വരാൻ ഒരുവൻ നോക്കും, പക്ഷെ അവൻ എന്നെ അകറ്റാൻ പറ്റത്തില്ല. കാരണം ഞാൻ മുற்றிലും ജയാളിയാണ്. ഒരു ശത്രുവിന് ഇതിനെ തൊടാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് രസം കേൾക്കണം. അതിന് തൊട്ട് താഴത്തെ വാചകം വായിക്കുന്നതെന്നറിയോ?
ഇസ്രായേൽ ജനത്തിന് അത് വെളിച്ചവും മിസ്രൈമ്യർക്ക് അത് ഇരുട്ടുമാക്കിയെന്ന്. ഒരു സെക്കൻഡ് ഇവിടെ നിന്നോട്ടെ, നിങ്ങൾ എൻ്റെ കൂടെ വരാൻ പറ്റിയോ? ഇസ്രായേൽ ജനത്തിന് വെളിച്ചവും മറ്റവർക്ക് എന്തായിരുന്നു? ഒരു സൈഡ് ഇരുട്ടും ഒരു സൈഡ് വെളിച്ചവും. ലോകം മുഴുവൻ ഇരുട്ടി കിടന്നാലും നീ വെളിച്ചത്തിലേ നടക്കത്തുള്ളൂ. ലോകം മുഴുവൻ ക്ഷാമത്തിൽ നടന്നാലും ഞാൻ അനുഗ്രഹത്തിലേ നടക്കത്തുള്ളൂ. ലോകം മുഴുവൻ ചിക്കൻ ഗുനിയാണെങ്കിലും എനിക്കൊരു ഗുനിയം വരണ്ട. പറ, കൊതു എന്നെ കടിക്കത്തില്ല. പറ, കൊതു കടിച്ച ഉടനെ പറയുന്നത് അയ്യോ എന്നാ കൊതു ആണോ? ഉറപ്പായിട്ട് ചിക്കൻ ഗുനിയായിരിക്കും വരുന്നേ. കൊതുവിനെ കൊന്നിട്ട് പറയുന്ന ആദ്യത്തെ വാചകം എന്തുവോ? എന്ത് കൊതുവാന്ന് ആർക്കറിയാം? പന്നിയാണോ ചിക്കനാണോ ഏതാ ഡെങ്കിയാണോ ഡിങ്കനാണോ ആരാ വരുന്നെന്ന് അറിയത്തില്ല. കൊന്നിട്ട് ആദ്യം പറയുന്ന ഏതാ? നീ പറയുന്നത് നിനക്ക് നോക്കിച്ചോണ്ടിരിക്കുന്നേ. നിനക്കെതിരായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. ഇസ്രായേൽക്ക് മിസ്രൈമ്യർക്ക് ഇരുളും എനിക്ക് വെളിച്ചമോ? ഈ ലോകത്തിൽ ദൈവത്തിന് അങ്ങനെ വേർതിരിച്ചു നിർത്താൻ പറ്റും. If you are in the spiritual world, നീ ആത്മലോകത്തിലാണെങ്കിൽ ഈ ലോകത്തിൽ അങ്ങനെ ഒരു വേർതിരിവോടെ ദൈവം നിന്നെ നടത്തും. ആർക്കും ബില്ല് കിട്ടത്തില്ല, പക്ഷെ നിനക്ക് ബില്ല് കിട്ടും. ആർക്കും ബിസിനസ് കിട്ടത്തില്ല, നിനക്ക് ബിസിനസ് കിട്ടും. ആർക്കും ജോലിയില്ല, നിനക്ക് ജോലി ഉണ്ടാകും. കാരണം ദൈവം ഒരു വേർതിരിവ് വയ്ക്കും. സഹോദര, നീ ആത്മലോകത്തിലാണെന്ന് മനസ്സിലാണെങ്കിൽ വേർതിരിവുണ്ടോ എന്ന് നോക്കിയാൽ മതി. വേർതിരിവില്ല എങ്കിൽ സ്റ്റിൽ യു ആർ സ്ട്രഗ്ലിംഗ് സംവെയർ എൽസ്. വേർതിരിവുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം ലോകം നടത്തുന്നത് പോലെയല്ല സ്വർഗം നിന്നെ കൺട്രോൾ ചെയ്യുന്നത്. യു ആർ ഡിഫറെന്റ്, യു ആർ വാല്യുബിൾ, യു ആർ പ്രീഷ്യസ്, യു ആർ പ്രീഷ്യസ്. Come on, give clap offering to Lord. You are valuable. Come on, കൈ അടിച്ചൊരു ആമേൻ പറ. രുധന മസലകോ. ഒരു ശത്രു നിന്നെ തൊടത്തില്ല, ഒരു ഇരുട്ട് നിന്നെ സ്വാധീനിക്കത്തില്ല, ഒരു അപമാനവും നിന്നെ തൊടത്തില്ല, ഒരു പിശാചിന്റെ ബന്ധനവും നിന്നെ തൊടത്തില്ല. നീ എല്ലായിടത്തും ജയാളിയാകാൻ തുടങ്ങുന്നു. എല്ലായിടത്തും ജയാളി, എല്ലായ്പ്പോഴും ജയാളിയായി. തുള്ളിച്ചാടി കർത്താവിനെ റിസീവ് ചെയ്തേ. നമ്മുടെ പ്രശ്നം നമ്മുടെ കൂടെയുള്ള പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് ബന്ധമില്ല. എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. പരിശുദ്ധാത്മാവുമായിട്ട് പലർക്കും ബന്ധമില്ല. പക്ഷെ ദൂതന്മാരെ കുറിച്ച് കേട്ടപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ദൈവമേ ഒരു ദൂതനെ അയക്കണേ, ദൈവമേ എന്നെ ദൂതനെ അയച്ച് സഹായിക്കണേ. അവർ ആ കാര്യം അനുഭവിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അവർ പറയും, ഞാൻ കുറെ പ്രാർത്ഥിച്ചു നോക്കി, എനിക്കൊരു അനുഭവമില്ല. എടയുവേ, അനുഭവം ഉണ്ടാവത്തില്ല. ആദ്യം നിന്റെ കൂടുള്ള പരിശുദ്ധാത്മാവുമായി നിനക്ക് റിലേഷൻ ഉണ്ടാകട്ടെ. അവിടെ ആ ബിഗിനിങ്. അവനാണ് എന്താ പറയണ്ടേ, എങ്ങനെ പറയണ്ടേ, എവിടെ പറയണ്ടേ എന്ന് വചനത്തിലൂടെ ബോധം തരുന്നത്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് എങ്ങനെ പറയണ്ടേ, എന്താ പറയണ്ടേ എന്ന് വചനത്തിലൂടെ ബോധം തരുന്നത് ആരാ? പരിശുദ്ധാത്മാവാ. അവൻ പറഞ്ഞത് പറയുമ്പോഴാ ലോകം മുഴുവൻ ഇളകാൻ തുടങ്ങുന്നേ, സാഹചര്യങ്ങൾ മുഴുവൻ ഇളകാൻ തുടങ്ങുന്നേ.